ഒരു പോലീസ് എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്നെ ആരുമില്ല നോക്കാൻ അന്വേഷിക്കാൻ എല്ലാവരും ഉദ്ധരിക്കാമ്പോൾ നമുക്ക് കേസെല്ലാം കൊടുക്കാൻ വേറെ എല്ലാം വൈദ്യം തീർക്കാൻ പറ്റൂലല്ലോ. അദ്ദേഹം കേസ് കൊടുക്കാൻ ചെല്ലുമ്പോൾ ഒരു പോലീസ് ചോദിച്ചത്, ഓ നിങ്ങളിപ്പോൾ എന്തോ ഒരു കേസായി സാറേ, അവിടെ നിന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ എൻ്റെ കേസ് തികഞ്ഞേക്ക് എണ്ണം പറ, നീ എത്രയാ കൊടുക്കാം, ഒരാൾക്ക് എത്ര ചെയ്യാമെന്ന് ചോദിച്ചു. പോയി പണി നോക്കാൻ പറഞ്ഞു, അയാളായിട്ട് പാട്ടിൽ പോയി. അങ്ങനെ നിയമമുണ്ടോ? നിയമമുണ്ടോ? എന്നോട് ചോദിക്കുക എത്ര കേസായി, അപ്പം എത്ര കൊടുക്കാമെന്ന് പറഞ്ഞാൽ നീ മഞ്ഞില്ല പറ, തികഞ്ഞെങ്കിൽ കേൾക്കാൻ. വിഷമം എന്ന് പറയുന്നത് എതിരാളികൾ കേസിൽ വിധിയൊക്കെ വരുമ്പം ഞാനോ വകവയ്ക്കല. ഒരാളെയും പേടിയില്ല. നമ്മൾ ഉള്ള പറയണതിന് നമുക്ക് പേടിക്കേണ്ട കാര്യം അല്ലേ, മേലാൽ അവൻ ചെയ്യരുത്, അവൻ ചെയ്യരുത്. ഞാൻ നേരത്തെ പറയും കണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്യരുത്, നിങ്ങൾ അവരെ ഉദ്രവിക്കരുത്, അവിടെ മതിൽ കുറ്റിപ്പൊളിക്കരുത്. അത് വകവച്ചില്ല. ആ സാക്ഷി വന്നപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങൾക്ക് കണ്ടത് പറഞ്ഞിരിക്കുക എന്നാ ജോലിന്. അപ്പം സാറേ ഈ തൊപ്പി വെച്ചാൽ ജനങ്ങളുടെ കാലത്ത് മരുത്തിനാൽ തന്നെ നടക്കുവാണോ എന്ന് ചോദിച്ചു. സാക്ഷിനെ അന്വേഷിച്ച് പിടിക്കേണ്ട പോലീസ് എന്നോട് പറയാം എനിക്ക് കണ്ടത് പറഞ്ഞിരിക്കുകയാണ്. പോലീസ് ചോദിച്ചാൽ അടിമാലി പോലീസ് ഇപ്പം ഇരിക്കണവരല്ല, 2 കൊല്ലം പിന്നെ. അങ്ങനെയുള്ള പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ? മെനകെട്ട പോലീസുകാരുണ്ട്, മെനകെട്ട. അതാണ് കൊണ്ടായിട്ട്. അങ്ങനെയാണ് മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മയായത്. ഞാൻ ഇന്ന് വരെ ഒരു കേസ് ആരും വിളിച്ചിട്ടില്ല. അല്ല തെളിയിക്കട്ടെ ആരെങ്കിലും. ഒരു കേസിന് മറ്റൊരാളുടെ കേസിന് ഞാൻ പോയിട്ടില്ല. എനിക്കറിയാനും പാടില്ല, ഞാൻ കൊടുത്തതിൻ്റെ ഇഷ്ടം. ഒരു പോലീസ് എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്നെ ആരുമില്ല നോക്കാൻ അന്വേഷിക്കാൻ എല്ലാവരും ഉദ്ധരിക്കാമ്പോൾ നമുക്ക് കേസെല്ലാം കൊടുക്കാൻ വേറെ എല്ലാം വൈദ്യം തീർക്കാൻ പറ്റൂലല്ലോ. അദ്ദേഹം കേസ് കൊടുക്കാൻ ചെല്ലുമ്പോൾ ഒരു പോലീസ് ചോദിച്ചത്, ഓ നിങ്ങളിപ്പോൾ എന്തോ ഒരു കേസായി സാറേ, അവിടെ നിന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ എൻ്റെ കേസ് തികഞ്ഞേക്ക് എണ്ണം പറ, നീ എത്രയാ കൊടുക്കാം, ഒരാൾക്ക് എത്ര ചെയ്യാമെന്ന് ചോദിച്ചു. പോയി പണി നോക്കാൻ പറഞ്ഞു, അയാളായിട്ട് പാട്ടിൽ പോയി. അങ്ങനെ നിയമമുണ്ടോ? നിയമമുണ്ടോ? എന്നോട് ചോദിക്കുക എത്ര കേസായി, അപ്പം എത്ര കൊടുക്കാമെന്ന് പറഞ്ഞാൽ നീ മഞ്ഞില്ല പറ, തികഞ്ഞെങ്കിൽ പുറകോട്ട്. ഈ നീതി കണ്ടിട്ടാണല്ലോ ഈ സാറേ, നീതി അല്ലെങ്കിൽ എനിക്കിത് ഉണ്ടാവില്ല, സത്യത്തിൽ പോയില്ല ഇത് ഉണ്ടാവില്ല. ഈ ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാൻ വിദ്യാഭ്യാസം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം എനിക്ക് വിദ്യാഭ്യാസം തന്നെ ദൈവാന്നേ എന്നെ പഠിപ്പിക്കണ ഒരു BJP അല്ല, കോൺഗ്രസും അല്ല, എന്നെ ദൈവം കാണിച്ചു തന്നെ. ഈ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ അല്ലെ സമൂഹത്തിൽ നീതി വേണ്ട ആൾക്കാർക്ക് BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, എന്തിനു ഉപദ്രവിക്കും സാറ് പറ. ഈ കോളേജ് അതിൻ്റെ അപ്പനും അമ്മ എന്തോരം കഷ്ടപ്പെട്ട് ഭൂമി പണയം കൊടുത്തും കെട്ടുകാരി വിറ്റും അല്ലേ കുഞ്ഞുങ്ങളെ വിടണേ. ആ കുഞ്ഞുങ്ങളെ കൊന്ന് പാത്രത്തിൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ പിന്നെ എന്നാ പറഞ്ഞെന്ന് സാറ് പറ. ഇവിടെ ഇരിക്കണം മുഖ്യമന്ത്രി നല്ലതാണ്, കടന്നല് പോലെ ഈച്ചരം ചുറ്റും നിറ്റേച്ച് റാണി കയറിയിരിക്കും പോലെയല്ലേ ഇപ്പം ഉണ്ടായിരിക്കണേ അല്ലേ? കടന്നൽ ഇപ്പം എന്തോരം പറ്റ കൊത്തിക്കൊന്നു തേനീച്ച ഇരിക്കണം, അതിൻ്റെ ഉള്ളിൽ റാണി ഇരിക്കണം. ആരാ റാണി ഇപ്പം ഉണ്ടായി? അപ്പം ഈച്ചയല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ, ജനങ്ങളെ കൊത്തണവും കൊല്ലണവും ഒക്കെ. അപ്പം ഈ റാണി ഇങ്ങനെ കയറി നിന്നിട്ട് ഈ റാണി എന്തിനാ ആൾക്കാരുടെ വോട്ട് ചെയ്ത് റാണി കയറിയിരിക്കണം? അതാണ് ഞാൻ ചോദിക്കണേ. ഇപ്പം പിണറായിനെ റാണിയാക്കാം, തേനീച്ചയുടെ റാണി, കൊളവിയുടെ റാണി, അങ്ങനെ ഒത്തിരി റാണികളുണ്ട്. ആ റാണിയാക്കാം. അല്ല ഇയാളെ കൊണ്ട് എന്ത് ജനങ്ങൾക്ക് ഉപകാരമുണ്ട്, കൊല്ലും കൊലയും അല്ലേ? അവനൊരു ഓർഡർ കൊടുക്കും, പോലീസ് ചെല്ലും, മൂത്ത കയറുമ്പോൾ